ഹലോ കൂട്ടുകാരെ, പത്രമാറ്റ് സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ നന്ദുവിനെ ആണെങ്കിൽ ആ ട്രെയിനർ ഒരുപാട് ഉപദ്രവിച്ചിരുന്നു. ആ ട്രെയിനറായിട്ട് നമ്മുടെ വേണുവിൻ്റെയും രേവതിയുടെയും അനാമികയുടെയൊക്കെ ഫ്രണ്ടും കൂടിയാണല്ലോ. അങ്ങനെ അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്ത് അവരുടെ കൂടെ നിൽക്കുന്ന ഒരാളായിരുന്നു ആ ട്രെയിനർ. പോരാത്തതിന് നന്ദു തന്നെ തല്ലിയെന്നുള്ള ദേഷ്യമുണ്ട് അയാളുടെ മനസ്സിൽ. അങ്ങനെ നന്ദുവിനെ എങ്ങനെയെങ്കിലും പുറത്താക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആ ട്രെയിനർ. അതേസമയത്ത് ഈ സംഭവത്തിൽ നമ്മുടെ മുത്തശ്ശൻ ഇടപെട്ട് മധുവിൻ്റെ മുഖംമൂടി വലിച്ചു കീറി സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരികയാണ്. നല്ല എട്ടിൻ്റെ പണിയാണ് മുത്തശ്ശൻ ട്രെയിനർക്ക് കൊടുക്കുന്നത് തന്നെ. ആ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ അനന്തപുരിയിലെ ഈ വിവരങ്ങളൊക്കെ അറിയുകയാണ്. എന്താണെന്ന് വെച്ചാൽ നന്ദുവിന് അവിടെ മുഴുവൻ പ്രശ്നങ്ങളാണെന്നുള്ള കാര്യം എല്ലാവരോടും അനി വന്നിട്ട് പറയുന്നുണ്ട്. അനി വന്ന് ഇങ്ങനെ പറയുമ്പോഴേക്കും ആദർശം നയനയും പറയുന്നുണ്ട്, അതിൽ നീ വിഷമിക്കുകയൊന്നും വേണ്ട, അതിലെന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഞങ്ങൾ നോക്കിക്കോളാം എന്നൊക്കെ പറയുന്നുണ്ട്. നന്ദുവാണെങ്കിലും ആദർശനോടും നയനയോടും സംസാരിക്കുന്നുണ്ട്. ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അയാൾ മനഃപൂർവ്വം എന്നെ ഉപദ്രവിക്കുകയാണ്, ഞാൻ ഇവിടെ വന്ന സമയം തൊട്ട് അയാൾ എന്തൊക്കെയോ മനസ്സിൽ വെച്ചിട്ടാണ് എന്നോട് പെരുമാറുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും നന്ദുവിൻ്റെ ഫ്രണ്ടും പറയുന്നുണ്ട്, അതെ അവൾ പറഞ്ഞതൊക്കെ ശരിയാണ്, അതങ്ങനെ തന്നെയാണ്, അല്ലെങ്കിൽ ഈ ക്യാമ്പിൽ ഏറ്റവും നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്നത് നന്ദുവാണ്. ഒരു എസ് ഐ ആകാനുള്ള എല്ലാ ഫിറ്റ്നസ്സും ഇവക്കുണ്ട്. അയാൾ പറയുന്നത് നന്ദുവിന് എസ് ഐ ആകാനുള്ള ഫിറ്റ്നസ് ഇല്ലെന്നൊക്കെയാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നന്ദുവിനെ പുറത്താക്കാനുള്ള കാരണങ്ങൾ തേടി നടക്കുകയാണ് അയാൾ അതിനു വേണ്ടിയിട്ടുള്ള പേപ്പർ വർക്കുകൾ വരെ ചെയ്തുകൊണ്ടിരിക്കുക എന്നൊക്കെ ഇങ്ങനെ തുഷാര പറയുന്നുണ്ട്. അപ്പം നന്ദുവിന് ഭയങ്കര വിഷമമായിട്ട് നന്ദു പറയുന്നുണ്ട്, അത് പിന്നെ നയനേച്ചി, എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല, എസ് ഐ ആകുക എന്നുള്ളതാണ് എൻ്റെ സ്വപ്നം. വീട്ടിലെ അച്ഛനും അമ്മയും എല്ലാവരും ഇതിനെക്കുറിച്ച് സ്വപ്നം കണ്ടിട്ടുള്ളതാണ്. പക്ഷേ എൻ്റെ ആഗ്രഹം പോവുകയാണെങ്കിൽ അത് ഞാനിവിടെ നിന്ന് എങ്ങനെയാണ് തിരിച്ചു വരുന്നത്? അതെല്ലാവർക്കും വിഷമമാകും. എനിക്കതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും വയ്യ. ഞാൻ എൻ്റെ മാക്സിമം എഫേർട്ട് എടുത്തിട്ടാണ് ഇവിടെ ട്രെയിനിങ്സ് ഒക്കെ ചെയ്യുന്നത്. പക്ഷേ അയാൾ അതൊന്നും അംഗീകരിക്കുന്നില്ല. വന്ന സമയം തൊട്ടേ അയാൾ എന്നെ ഉപദ്രവിക്കാന്നൊക്കെ പറയുകയാണ് കേട്ടോ. ആ മഹേഷുമായിട്ട് ഞാൻ സ്റ്റണ്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ അവരുമായിട്ട് സ്റ്റണ്ട് ചെയ്ത് ഞാൻ അവനെ തോൽപ്പിച്ചു. മഹേഷ് എന്നെ അടിച്ച് തളർത്തിയിടുമെന്നാണ് അയാൾ വിചാരിച്ചത്. അത്യാവശ്യം ജിമ്മിനാണ് മഹേഷും. അവൻ എന്നെ അടിച്ച് നിലത്തിടുമെന്നാണ് അയാൾ ഓർത്തത്. പക്ഷേ അവനെ ഞാൻ അടിച്ച് പഞ്ഞി കിട്ടുമെന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ടും അയാൾ പറയുന്നത് എനിക്ക് എസ് ഐ ആകാനുള്ളൊരു ഫിറ്റ്നസ് ഇല്ലെന്നൊക്കെയാണ്. എന്നെ ഒരുപാട് ഇടപെട്ടിട്ട് കഷ്ടപ്പെടുത്തുന്നുണ്ട്. എനിക്ക് താങ്ങാവുന്നതിലും അധികം എഫേർട്ടാണ് അയാൾ എന്നെ കൊണ്ട് എടുപ്പിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. ചില സമയത്തൊക്കെ ഞാൻ തളർന്നു പോകുന്നുണ്ട് നയനേച്ചി എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെടുകയാണ്. ഇത് കേൾക്കുമ്പോൾ നയനയ്ക്ക് അങ്ങ് വിഷമാവുകയാണ് കേട്ടോ. അപ്പോഴേക്കും ആദർശം പറയുന്നുണ്ട്, നന്ദു നീ ഇനി വിഷമിക്കുകയൊന്നും വേണ്ട, അയാൾ ചിലപ്പോൾ മനഃപൂർവ്വം ചെയ്യുന്നതായിരിക്കും. അങ്ങനെ എന്തെങ്കിലും മനഃപൂർവ്വമായിട്ടാണ് അയാൾ നിന്നെ ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചിട്ടൊരു അന്വേഷണം വേണമല്ലോ. ഇതിനെക്കുറിച്ച് ഞാൻ മുത്തശ്ശനെ വിളിച്ച് പറയാം. മുത്തശ്ശനാകുമ്പോൾ മുകളിൽ നല്ല പിടിപാടൊക്കെ ഉള്ള ആളല്ലേ. നന്ദുവിനെ മാത്രം ഇങ്ങനെ തെരഞ്ഞെടുത്ത് ഉപദ്രവിക്കുന്നത് എന്തിനാണെന്നുള്ളതും കൂടെ നമ്മൾ അറിയണമല്ലോ. അതേപ്പറ്റി നല്ലൊരു അന്വേഷണം തന്നെ നടക്കണം. അയാൾ എന്തിനാണ് നിന്നെ മാത്രം ഇങ്ങനെ തെരഞ്ഞ് ഉപദ്രവിക്കുന്നുള്ളത് അറിയാൻ മുത്തശ്ശന് സാധിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ ആദർശ് മുത്തശ്ശനെ വിളിക്കുകയാണ്. മുത്തശ്ശനെ വിളിച്ചു കഴിയുമ്പോഴേക്കും ആദർശിനോട് ചോദിക്കുന്നുണ്ട്, എന്താ ആദർശേ, നീ നന്ദുവിൻ്റെ ട്രെയിനിങ് ക്യാമ്പിൽ പോയതല്ലേ, എന്നിട്ട് നന്ദുമോളെ കണ്ടോ, അവൾക്ക് എങ്ങനെയുണ്ട്, അവൾക്ക് അവിടെ സുഖമാണെന്നൊക്കെ ചോദിക്കാനുണ്ടോ. അപ്പോഴേക്കും ആദർശ് പറയുന്നുണ്ട്, അവൾക്ക് കുഴപ്പമൊന്നുമില്ല മുത്തശ്ശ, പക്ഷേ ഇവിടെ ഒരുപാട് പ്രശ്നങ്ങൾ അവൾ ഫേസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് നന്ദു ചെറിയ വിഷമത്തിലാന്നൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പം മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, അവിടെ എന്ത് പ്രശ്നമാണ് മോനെ അവൾക്ക് ഫേസ് ചെയ്യാനായിട്ടുള്ളതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതെന്താന്ന് വെച്ചാൽ അവളുടെ ട്രെയിനർ അയാൾ മനഃപൂർവ്വം അവളെ ഉപദ്രവിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഒരു വല്ലാത്ത ആൾ തന്നെയാണ്. നേരത്തെ നന്ദു ഇത് ഞങ്ങളെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അത് കാര്യമായിട്ട് എടുത്തിരുന്നില്ല മുത്തശ്ശ. പക്ഷേ ഇപ്പം ഇവിടെ വന്നപ്പോൾ എല്ലാ കാര്യങ്ങളും മനസ്സിലായി. നന്ദുവിനെ പുറത്താക്കാൻ അയാൾ മനഃപൂർവ്വം ഓരോ കാരണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നന്ദുവിന് ഒരു എസ് ഐ ആകാനുള്ള ഫിറ്റ്നസ് ഇല്ലെന്ന് അയാളിപ്പോൾ പറയുന്നത്. നന്ദുവിൻ്റെ ഫ്രണ്ട്സ് എല്ലാം പറയുന്നത് നന്ദു നല്ല രീതിയിൽ തന്നെ എല്ലാം പെർഫോമൻസ് ചെയ്യുന്നുണ്ട്. ആ ട്രെയിനർ അല്ലാതെ വേറെ ആരായിരുന്നെങ്കിലും ഇവൾക്കിപ്പം ഇവിടുന്ന് ജയിച്ച് പാസ്സായി പോകാൻ പറ്റുമായിരുന്നു. അത്രയ്ക്ക് നല്ല പെർഫോമൻസ് ആണ് അവൾ കാഴ്ചവെക്കുന്നത്. എല്ലാ ട്രെയിനിങ്സിലും അവൾ തന്നെയാണ് മുന്നിൽ നിൽക്കുന്നതും. എന്നിട്ടും നന്ദുവിൻ്റെ കഴിവുകളെ അയാൾ കുറച്ച് കാണുകയാണ്. അയാൾ ഒന്നും തന്നെ അംഗീകരിച്ച് കൊടുക്കുന്നുമില്ല. പകരം നന്ദുവിനെ ഇവിടുന്ന് പുറത്താക്കുമെന്നാണ് അയാൾ പറയുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. നന്ദുവിനോട് മാത്രം എന്തോ മുൻവൈരാഗ്യമുള്ള പോലെയാണ് അയാൾ പെരുമാറുന്നത്. നന്ദുവിനെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ടാണ് അയാൾ ഇങ്ങനെ നന്ദുവിനോട് പെരുമാറുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും മുത്തശ്ശൻ പറയുന്നുണ്ട്, ആഹാ അങ്ങനെയാണോ, അത് കൊള്ളാമല്ലോ, നാലഞ്ചാണുങ്ങൾ ഒന്നിച്ച് വന്നാലും അവരെല്ലാം ഇടിച്ച് പരത്തി പപ്പടമാക്കാൻ കഴിയുന്നവളാണല്ലോ നന്ദു. നന്ദു നല്ല ഫിറ്റാണെന്നുള്ള കാര്യം നമുക്കറിയാം. നന്ദുവിന് ഒരു സ്വഭാവ ദോഷം ഇല്ലെന്നും നമുക്കറിയാം. എസ് ഐ ആകണമെന്നുള്ളതാണ് അവളുടെ ഏറ്റവും വലിയ ആഗ്രഹം. ഇത്രയും കഷ്ടപ്പെട്ടിട്ടും അവൾക്ക് ആ ജോലി കിട്ടാതിരുന്നാൽ അതത്ര ശരിയായ കാര്യമൊന്നും അല്ലല്ലോ ആദർശ് എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ മുത്തശ്ശൻ. ആദർശ് പറയുന്നുണ്ട്, അതേ മുത്തശ്ശ, ഞങ്ങൾക്കും അത് മനസ്സിലായി, ഇവിടെ എല്ലാവർക്കും മനസ്സിലായ കാര്യമാണത്. ആരെങ്കിലും പറഞ്ഞിട്ടാണോ അയാൾ ഇനി ഇങ്ങനെ പ്രവർത്തിക്കുന്നെന്നുള്ളത് നമുക്കറിയില്ല. അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു അന്വേഷണം നടത്തി അതിൻ്റെ സത്യാവസ്ഥ മുത്തശ്ശനൊന്ന് പുറത്തു കൊണ്ടുവരണം.
അതുപോലെ തന്നെ അയാളുടെ ഉദ്ദേശം എന്താണെന്നുള്ളത് നമുക്കറിയണമല്ലോ. പിന്നെ നന്ദുവിനെ ഇവിടുന്ന് പുറത്താക്കാതിരിക്കാനുള്ള കാര്യങ്ങളും ചെയ്യണമെന്നൊക്കെ പറയുകയാണ് കേട്ടോ. മുത്തശ്ശൻ പറയുന്നുണ്ട്, അങ്ങനെ നന്ദുവിനോട് മനഃപൂർവ്വം വൈരാഗ്യം വെച്ചുകൊണ്ട് അവളെ ആ ക്യാമ്പിൽ നിന്ന് പുറത്താക്കാൻ ശ്രമിക്കുന്ന അയാൾ ആരാണെന്ന് അറിയണമല്ലോ. അങ്ങനൊന്നും സംഭവിക്കാതിരിക്കാനായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകണമെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഞാൻ ആ കാര്യങ്ങളൊക്കെ നോക്കിക്കോളാം. നന്ദുവിന് ഒരിക്കലും നിരാശയോടെ അവിടുന്ന് പോകേണ്ടി വരില്ല. എന്തുകൊണ്ടാണ് നന്ദുവിനെ ആ ക്യാമ്പിൽ നിന്ന് പുറത്താക്കാൻ അയാൾ ശ്രമിക്കുന്നുള്ളത് അറിയണം. അങ്ങനെ ഒരു പുറത്താക്കൽ എന്തായാലും ഉണ്ടാവില്ല. നന്ദുവിൻ്റെ ആഗ്രഹം പോലെ തന്നെ ഒരു എസ് ആയിട്ട് തന്നെ പുറത്തോട്ട് വരും. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇന്ന് തന്നെ ചെയ്തോളാം എന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ ആദർശനും നയനയ്ക്കും ഒക്കെ സന്തോഷമാവുന്നുണ്ട്. അപ്പോഴേക്കും നയന നന്ദുവിനോട് പറയുന്നുണ്ട്, മോൾ ഇനി ഒന്നും കൊണ്ട് വിഷമിക്കേണ്ട. മുത്തശ്ശനോട് എന്തായാലും ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മുത്തശ്ശൻ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളും. അതൊന്നും ഓർത്ത് ഇനി വിഷമിക്കേണ്ട. മോൾ നന്നായിട്ട് തന്നെ ട്രെയിനിങ് ചെയ്യുക. ആയിട്ട് തന്നെ പുറത്ത് വരണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ നന്ദു ആദർശിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഒരുപാട് നന്ദിയുണ്ട് ആദർശേട്ടാ. കാരണം ഇതെൻ്റെ ഒരു സ്വപ്ന ജോലിയായിരുന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഞാൻ എൻ്റെ മാക്സിമം എഫേർട്ട് നേരത്തെ മുതലേ ഇതിനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ആകെ തളർന്നു പോവുകയാണ്. മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ അയാൾ എന്നെ തളർത്തിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു. ഇപ്പം എന്നെ ഈ ട്രെയിനിങ് ക്യാമ്പിൽ നിന്ന് തന്നെ പുറത്താക്കുമെന്ന് പറഞ്ഞ സ്ഥിതിക്ക് അയാൾ ആ പേപ്പേഴ്സൊക്കെ റെഡിയാക്കി അതിൽ സൈൻ ചെയ്ത് കൊടുത്താൽ ഞാൻ ഈ ക്യാമ്പിൽ നിന്ന് തന്നെ പുറത്താകും എന്നുള്ള കാര്യം ഉറപ്പായിരുന്നു. മുത്തശ്ശൻ എന്തെങ്കിലും ചെയ്താൽ മാത്രമേ ഇനി എനിക്ക് രക്ഷയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ നന്ദു. അപ്പോഴേക്കും ആദർശ് പറയുന്നുണ്ട്, ഇനി അതൊന്നും ഓർത്ത് പേടിക്കണ്ട. മുത്തശ്ശനല്ലേ ഈ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഏറ്റെടുത്തേക്കുന്നത്. മുത്തശ്ശൻ വിചാരിച്ചാലും ചിലതൊക്കെ ഇവിടെ നടക്കും. അതുകൊണ്ട് ഇനി അങ്ങനെ ഒന്നും ഓർത്ത് ടെൻഷൻ ആകണ്ട. ആ ട്രെയിനറുടെ എല്ലാ കള്ളക്കളികളും മുത്തശ്ശൻ പുറത്ത് കൊണ്ടുവരും. അതൊന്നും ഓർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കാൻ. നിങ്ങളുടെ ട്രെയിനിങ്സ് ഒക്കെ നല്ലപോലെ അറ്റൻഡ് ചെയ്ത് എല്ലാവരും നല്ലൊരു ആയിട്ട് തന്നെ പുറത്ത് വരും. അതുകൊണ്ട് ഇനി വരാൻ പോകുന്ന ട്രെയിനർ നല്ലൊരു ട്രെയിനർ തന്നെ ആയിരിക്കും എന്നാണ് മുത്തശ്ശൻ പറഞ്ഞത്. എന്തായാലും നന്ദുവിന് ഇനി ഈ ഒരു ട്രെയിനിങ് ക്യാമ്പിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്ന് മുത്തശ്ശൻ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറയുകയാണ്. അപ്പോഴേക്കും എല്ലാവർക്കും സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ ആദർശൻ നയനയും നന്ദുവിനോട് യാത്രയൊക്കെ പറഞ്ഞിട്ട് അവിടുന്ന് ഇങ്ങോട്ടേക്ക് പോരുകയാണ്. അങ്ങനെ അവർ വരുമ്പോഴും ആദർശൻ നയനയും കൂടെ സംസാരിക്കുന്നുണ്ടായിരുന്നു നന്ദുവിനെ കുറിച്ചിട്ട് തന്നെ. നയന പറയുന്നുണ്ട്, നന്ദുവിന് ചെറുപ്പം മുതലേ ഉള്ള ആഗ്രഹമായിരുന്നു ഒരു ആകുക എന്നുള്ളത്. അല്ലാതെ ഒരു വിവാഹത്തെ പോലും അവൾ ചിന്തിച്ചിട്ടേയില്ല. അനിയുമായിട്ട് നല്ലൊരു ഫ്രണ്ട്ഷിപ്പിൽ പൊയ്ക്കൊണ്ടിരുന്നതായിരുന്നു. അതിനുശേഷം ഏതോ ഒരു നിമിഷം അവർ തമ്മിൽ അടുക്കുകയും ചെയ്തു. അതാണ് സംഭവിച്ചത്. പക്ഷേ അനിയെ വിവാഹം കഴിച്ച് അനന്തപുരിയിലേക്ക് വരണമെന്നും അവൾ ആഗ്രഹിച്ചിരുന്നില്ല എന്നൊക്കെ നയന പറയുന്നുണ്ട്. കാരണം ഞങ്ങൾ 2 ചേച്ചിമാരും ഉള്ളപ്പം അവിടെ ഒരാളും കൂടി അവിടെ വരണ്ടാന്നും അവിടുത്തെ അവസ്ഥകളൊക്കെ അവൾക്ക് അറിയാവുന്നത് കൊണ്ട് അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊന്നും അവളുടെ മനസ്സിൽ അവൾ കൊണ്ട് നടന്നില്ല. പക്ഷേ അനി വീണ്ടും വീണ്ടും അവളുടെ മുമ്പിൽ ചെന്ന് ഇങ്ങനെ ഒരു അഭ്യർത്ഥന നടത്തുമ്പം അവളുടെ മനസ്സിൽ അത് തോന്നിപ്പോയതാണ്. പിന്നെ അനാമിയെ വിവാഹം കഴിച്ച നിമിഷം അവളൊന്ന് പതറിപ്പോയെന്നുള്ള കാര്യം സത്യം തന്നെയാണ്. അപ്പോഴാണ് മനസ്സിലായത് അവർ തമ്മിൽ എത്രത്തോളം അടുത്ത് കഴിഞ്ഞു എന്നുള്ള കാര്യം. അവളുടെ ഉള്ളിൽ അനിയോടൊരു സ്നേഹമൊക്കെ ഉണ്ട്. അവർ നല്ല ഫ്രണ്ട്സ് ആയിരുന്നെങ്കിലും ഇപ്പോഴും ആ ഒരു സ്നേഹം രണ്ടുപേരുടെയും മനസ്സിലുണ്ടെന്നൊക്കെ നയന പറയുകയാണ് കേട്ടോ. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അതെ അതെനിക്ക് മനസ്സിലാകും. നന്ദുവിനും അനിയും നല്ല ഇഷ്ടമാണ്. അവർ രണ്ടുപേരും ഒന്നിക്കുകയായിരുന്നെങ്കിൽ അവരുടെ ജീവിതം സന്തോഷത്തോടെ പോകും. അനിയാണെങ്കിലും നന്ദുവിനെ മാത്രം ആഗ്രഹിച്ചാണ് ഇപ്പോഴും ജീവിക്കുന്നത്. ഇനിയിപ്പോൾ അതും കൂടെ നടക്കാതിരുന്ന അനിയുടെ അവസ്ഥ എന്താകുമെന്ന് പോലും എനിക്കറിയില്ല. കാരണം അനാമിക അനിയും കൂടെ ഇനി ഒന്നിച്ച് നല്ലൊരു ജീവിതം മുന്നോട്ട് നയിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ ഇങ്ങനെ ആദർശ് പറയുന്നുണ്ട് കേട്ടോ. അപ്പം നയന പറയുകയാണ്, അതിൽ എനിക്കും പേടിയുണ്ട് ആദർശേട്ടാ. പക്ഷേ നന്ദു അനിയുടെ ഭാര്യയായിട്ട് അനന്തപുരിയിലെത്തിയ പിന്നെ അത് അതിലും വലിയൊരു പ്രശ്നമാകും. മനഃപൂർവ്വം അനാമികയെ ഒഴിവാക്കിയിട്ട് നന്ദുവിനെ ഞങ്ങളെല്ലാവരും കൂടെ അവിടെ കയറ്റിയെന്ന് ബാക്കിയുള്ളവരെല്ലാം പറയുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ടോ ആ നയന. അപ്പോൾ ആദർശ് പറയുകയാണ്, അനാമികയുടെ സ്വഭാവം അത്ര ശരിയൊന്നുമല്ല. അവൾ പകൽ പോലും പല ആൺകുട്ടികളുടെയും കൂടെ പാർക്കിലും ബീച്ചിലും റൂമിലും ഒക്കെ പോകുന്നത് നമ്മൾ കാണുന്നതല്ലേ. അങ്ങനെ ഒരുത്തി അനിയുടെ ഭാര്യയായിട്ട് വരുന്നതിനോടൊന്നും എനിക്കൊരു യോജിപ്പുമില്ല. പക്ഷേ കാര്യങ്ങളൊക്കെ വൈകിപ്പോയില്ലേ. ഇനി ആ ബന്ധം ഒത്തുകൊണ്ടുപോകാനേ നമുക്ക് പറ്റുള്ളൂ. അവരുടെ കല്യാണത്തിന് മുമ്പേ അനിയുടെയും നന്ദുവിൻ്റെയും ഈ ബന്ധത്തെക്കുറിച്ച് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ അനാമികയായിട്ടുള്ള വിവാഹത്തിന് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ലായിരുന്നു. നിനക്കെങ്കിലും എന്നോട് ഈ കാര്യങ്ങളൊക്കെ പറയാമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും നയന പറയുന്നുണ്ട്, അതങ്ങനെ നടക്കണ്ടെന്ന് ഞങ്ങളും വിചാരിച്ചിരുന്നു ആദർശേട്ടാ. ഞാനും നവ്യേച്ചിയും ഈ വീട്ടിലേക്ക് കയറി വന്നപ്പോൾ ഉണ്ടായ പ്രശ്നങ്ങളും അവസ്ഥകളൊക്കെ ആദർശേട്ടനും അറിയാമല്ലോ. അതുകൊണ്ട് മാത്രമാണ് ഇനി നന്ദുവിനെയും കൂടി ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാഞ്ഞെന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ആദർശ് ചോദിക്കുന്നുണ്ട്, അന്ന് അങ്ങനെ നിങ്ങൾ ചിന്തിച്ചെങ്കിൽ ഇപ്പം എന്താ സംഭവിക്കുന്നത്? അനിയുടെ ജീവിതത്തിലും നന്ദുവിൻ്റെ ജീവിതത്തിലൊക്കെ തീരാക്കളങ്കമായിട്ട് ഒരു വിഷമമായിട്ട് തന്നെ അത് നിൽക്കുകയല്ലേ. അന്ന് അങ്ങനെ ഒരു ബുദ്ധിമോശം കാണിച്ചുകൊണ്ട് ഇപ്പം അനിയുടെ ജീവിതത്തിലും സന്തോഷമില്ല, നന്ദുവും വിഷമത്തിലാണ്. ഇപ്പം അത് 2 കുടുംബങ്ങൾക്കും വലിയൊരു പ്രശ്നമായിട്ട് തന്നെ മാറിയിരിക്കുകയല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും നയന പറയുന്നുണ്ട്, എന്ത് വന്നാലും ആദർശേട്ടാ, നന്ദുമോളെ ഒരിക്കലും അനന്തപുരിയിലോട്ട് ഞാൻ കൊണ്ടുവരാൻ സമ്മതിക്കില്ല എന്ന് പറയുന്നുണ്ട്. ആ സാരമില്ല, എല്ലാം ശരിയാവുമായിരിക്കും എന്നൊക്കെ ഇങ്ങനെ അവർ പറയുകയാണ് കേട്ടോ. അതേസമയം ആദർശൻ നയനും വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും ചന്തുമോള് ഓടി വന്നിട്ട് ആദർശിൻ്റെ നയനയുടെ അടുത്തോട്ടും വരികയാണ്.
അപ്പോൾ ചന്തുമോളോട് പറയുന്നുണ്ട്, മോളെ പിറന്നാളൊക്കെ ആകാറായല്ലോ, നമുക്കതൊക്കെ നല്ല രീതിയിൽ തന്നെ ആഘോഷിക്കണം കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ദേവയാനി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ആഹാ മോളുടെ പിറന്നാളാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ ജൂലൈ 10-ാം തീയതി മോളുടെ പിറന്നാളാണ്, ദേ അടുത്തല്ലോ എന്നിങ്ങനെ ദേവയാനിയും പറയുന്നുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് സെലിബ്രേറ്റ് ചെയ്യണം മോളുടെ പിറന്നാൾ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നയന പറയുന്നുണ്ട്, അതെ അമ്മേ, നന്നായിട്ട് തന്നെ മോളുടെ പിറന്നാൾ നമുക്ക് ആഘോഷിക്കണമെന്ന് പറയുന്നുണ്ട്. മുത്തച്ഛനും മുത്തശ്ശിയൊക്കെ പറഞ്ഞിരിക്കുന്നത് കേക്കൊക്കെ കട്ട് ചെയ്ത് നല്ലൊരു സെലിബ്രേഷൻ തന്നെ നടത്തണമെന്നാണ് പറയുന്നതെന്ന്. അപ്പോഴേക്കും ഇതൊക്കെ കേട്ടുകൊണ്ട് നമ്മുടെ ജലജ അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ. ജലജ ചോദിക്കുന്നുണ്ട്, എന്ത് സെലിബ്രേഷൻ നടത്തുന്ന കാര്യമാണ് നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എന്താ ഇവിടെ ഒരു സെലിബ്രേഷൻ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാൻ കേട്ടോ. അപ്പോഴേക്കും നയന പറയുന്നുണ്ട്, ചന്തുമോളുടെ ബർത്ത്ഡേയുടെ കാര്യമാണ് പറഞ്ഞത്, അടുത്ത ദിവസം തന്നെ ചന്തുമോളുടെ ബർത്ത്ഡേ ആണ്, അത് നന്നായിട്ട് തന്നെ ആഘോഷിക്കണമെന്നാണ് ഞങ്ങൾ പറഞ്ഞതെന്നൊക്കെ പറയുന്നുണ്ട്. മുത്തച്ഛനും മുത്തശ്ശിയൊക്കെ അത് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോഴേക്കും ജലജയ്ക്ക് അങ്ങ് ദേഷ്യം വരികയാണ് കേട്ടോ. ഇനി ഈ പെണ്ണിൻ്റെ പിറന്നാളും കൂടെ ഇവിടെ ആഘോഷിക്കുവാണോ? നയനെ, നിനക്ക് നാണമില്ലേ? നിന്റെ ഭർത്താവിന് അവിഹിതത്തിലുണ്ടായ കുഞ്ഞിനെ കൊണ്ടുവന്ന് ഇങ്ങനെ താലോലിച്ച് നിർത്തി ഇപ്പോൾ പിറന്നാളും ആഘോഷിക്കാൻ പോവുകയാണല്ലേ? എൻ്റെ മോൻ്റെ കുഞ്ഞിവിടെ വന്നിട്ടുണ്ടല്ലോ, അതിൻ്റെ കാര്യം ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും അപ്പോഴേക്കും നയന പറയുന്നുണ്ട്, അവൻ്റെ നൂലുകെട്ടൊക്കെ കഴിഞ്ഞില്ലേ, ഇനിയിപ്പോൾ പിറന്നാളാകാറായില്ലല്ലോ, പിറന്നാളാകുമ്പോൾ പിന്നെ ഇവിടെ നല്ല ആഘോഷം തന്നെയായിരിക്കും നടക്കാൻ പോകുന്നത്, അതിന് പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ അപ്പച്ചി എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും ജലജ പറയുന്നുണ്ട്, പിന്നെ ഇപ്പം നിങ്ങൾ അതൊക്കെ പറയും, ഈ വലിഞ്ഞു കയറി വന്നവളുടെ പിറന്നാൾ ആഘോഷിക്കാൻ കാണിക്കുന്നതിൻ്റെ ഒരു ആത്മാർത്ഥത ഒരു ശകലമെങ്കിലും എൻ്റെ മകൻ്റെ കുഞ്ഞിനോട് നിങ്ങൾ കാണിക്കാറുണ്ടോ എന്നൊക്കെ ചോദിക്കാണ് കേട്ടോ. നയനെ, നിനക്കെങ്കിലും വന്ന് ആ കൊച്ചിനെ ഒന്ന് എടുത്ത് താലോലിക്കുകയൊക്കെ ചെയ്തൂടെ, അത് നിന്റെ ചേച്ചിയുടെ കുഞ്ഞ് തന്നെയല്ലേ എന്നൊക്കെ അങ്ങനെ ചോദിക്കാണ് കേട്ടോ. അപ്പോഴേക്കും നയന ചോദിക്കുന്നുണ്ട്, അതെന്താ അപ്പച്ചി അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കുകയാണ്. എനിക്ക് ആ കുഞ്ഞിനോട് എന്തെങ്കിലും വേർവ്യത്യാസം ഉണ്ടെന്ന് അപ്പച്ചിക്ക് തോന്നിയോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. ഞാൻ കുഞ്ഞിനെ വന്നെടുക്കുകയും തലോലിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടെന്ന് പറയാണ് കേട്ടോ. അപ്പോഴേക്കും ജലജ പറയുന്നുണ്ട്, അതൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും നീ ആ കുഞ്ഞിനോട് വേർവ്യത്യാസം കാണിക്കുന്നുണ്ടെന്ന് പറയുകയാണ്. അപ്പോൾ ഇതൊക്കെ കേട്ടോണ്ട് നമ്മുടെ നവ്യ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. നവ്യ ഇതൊക്കെ കേട്ട് നിൽക്കുകയാണ് കേട്ടോ, നയനയും ജലജയും സംസാരിക്കുന്നത്. അപ്പോൾ നവ്യയുടെ മനസ്സിലേക്കും ആ ഒരു ദേഷ്യവും വിഷമമൊക്കെ വരുന്നുണ്ട്. അപ്പോഴേക്കും ഉടനെ ജലജ കയറ്റി പിടിച്ച് നവ്യ പറയുന്നുണ്ട്, നയന പറയുന്നതും അത്ര ശരിയൊന്നുമല്ല, ചന്തമോളോട് കാണിക്കുന്ന സ്നേഹത്തിൻ്റെ പകുതി പോലും എൻ്റെ മോനോട് ഇവൾ കാണിക്കുന്നില്ല. ഒന്നുമില്ലെങ്കിലും നിന്റെ സ്വന്തം ചേച്ചിയല്ലേ ഞാൻ, ആ എൻ്റെ കുഞ്ഞിനെ ഒന്ന് എടുക്കാനോ താലോലിക്കാനോ നിനക്ക് നേരമുണ്ടോ? ഏത് നേരവും ഈ കൊച്ചിനെ എടുത്തോണ്ട് നടക്കാനല്ലേ നിനക്ക് നേരമുള്ളൂ? ആയിക്കോ, എന്ത് വേണമെങ്കിലും ആയിക്കോ. അനന്തപുരിയിലെ പണവും സ്വത്തുമൊക്കെ കണ്ടിട്ടല്ലേ നീ ഇപ്പോൾ ഈ ചന്തുമോളെ എടുത്ത് താലോലിക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ഉടനെ നയന ചോദിക്കുന്നുണ്ട്, ചേച്ചി എന്താ ചേച്ചി ഈ പറയുന്നേ? എന്ത് സ്വത്തും പണവും കണ്ടിട്ടെന്നാ? ചേച്ചിക്ക് ഇതുവരെ എന്നെ നന്നായിട്ട് മനസ്സിലായിട്ടില്ലേ? ഞാൻ എന്ത് സ്വത്ത് കണ്ടിട്ടാ അനന്തപുരിയിലേക്ക് വന്നത്? ചേച്ചി ഉണ്ടാക്കി വെച്ച പൊല്ലാപ്പിൻ്റെ പുറകെയല്ലേ ഞാനിവിടെ എത്തിച്ചേർന്നത്? എന്നിട്ട് ആരാ സ്വത്തിനും പണത്തിനും വേണ്ടിയിട്ട് പോയതെന്ന് അറിയില്ലേ ചേച്ചിക്കെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം നവ്യ പറയുന്നുണ്ട്, അതൊക്കെ എനിക്കറിയാം, പക്ഷെ നീ ഇപ്പോൾ ഒരുപാട് മാറിപ്പോയി, നീ ഇവിടെ ജീവിച്ചങ്ങ് സുഖിച്ചു പോയി, അതുകൊണ്ട് ഇനിയിപ്പോൾ ഇതൊന്നും വിട്ടുകളയാൻ നിനക്ക് പറ്റത്തില്ലല്ലോ, അതുകൊണ്ടല്ലേ നീ ഇത്രയധികം തെറ്റ് ചെയ്ത ആദർശിനെ ന്യായീകരിച്ചുകൊണ്ട് നടക്കുന്നത്? ചേട്ടൻ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തപ്പം അതും ന്യായീകരിച്ച്, അതും പോരാഞ്ഞിട്ട് ആ കൊച്ചിനെ എടുത്ത് തലയിൽ വെച്ച് നടക്കുന്നത് നീ തന്നെയല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും നയന പറയുന്നുണ്ട്, അബിയാണ് ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തതെങ്കിൽ ചേച്ചി എന്ത് ചെയ്യുമായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. അബിയുടെ കുഞ്ഞാണ് ചന്തുമോളെങ്കിൽ ചേച്ചി എന്ത് ചെയ്യുമായിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും നവ്യ പറയുന്നുണ്ട്, അബിയുടെ കുഞ്ഞാണ് ചന്തുമോളെങ്കിൽ ഞാൻ ഈ വീട്ടിൽ കാണില്ല, അബിയെ പിന്നെ ഞാൻ ജീവനോടെ വെച്ചേക്കത്തേ ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. നവ്യയുടെ മനസ്സിൽ ആ ഒരു വിഷമവും ദേഷ്യവും ആ ഒരു ചിന്താഗതിയൊക്കെ കണ്ടിട്ട് നയനയും ദേവയാനും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണ്. അപ്പോഴേക്കും ദേവയാനി പറയുന്നുണ്ട്, മതി മതി നിർത്ത്, ഇവിടെ കിടന്നതിന് ചന്തുമോളുടെ പിറന്നാളിൻ്റെ കാര്യം പറഞ്ഞ് ആരും പോരെടുക്കണ്ട, ചന്തുമോളുടെ പിറന്നാൾ നല്ല രീതിയിൽ തന്നെ ആഘോഷിക്കും അല്ലേ മോളെ എന്നിങ്ങനെ ചോദിക്കാണ് കേട്ടോ. അതേസമയം ചന്തുമോളുടെ പിറന്നാളൊക്കെ ആകുമല്ലേ, അപ്പോൾ നയനയും ആദർശും കൂടെ പറയുന്നുണ്ട്, ചന്തുമോളുടെ പിറന്നാളല്ലേ, നമുക്ക് കുറച്ച് ഗിഫ്റ്റൊക്കെ മേടിച്ചു കൊടുക്കണം, പുറത്തൊക്കെ കൊണ്ടുപോയി നല്ല ഡ്രസ്സൊക്കെ എടുക്കണം എന്നൊക്കെ ഇങ്ങനെ ആദർശിനോട് ചോദിക്കാണ് കേട്ടോ നയന. നയനയ്ക്ക് ഭയങ്കര സന്തോഷമാണ്. ആദർശ് പറയുന്നുണ്ട്, എന്നാൽ ഇന്ന് തന്നെ നമുക്ക് പോയേക്കാം, മോളെയും കൊണ്ട് നമുക്ക് പുറത്തൊക്കെ പോയി ഒന്ന് കറങ്ങിയിട്ട് വരാം, അത് അവൾക്കും ഒരു സന്തോഷമാകുമല്ലോ, നമുക്കും ഒരു സന്തോഷമാകുമല്ലോ, അതുകൂടാതെ ബർത്ത്ഡേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമുക്ക് മേടിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവർ തീരുമാനിക്കുകയാണ് പുറത്തു പോകാനുള്ള കാര്യങ്ങളൊക്കെ. അങ്ങനെ എല്ലാവരും റെഡിയായിട്ട് താഴോട്ട് വരികയാണ്, ചന്തുമോളും ഉണ്ട് കൂടെ. അപ്പോൾ എല്ലാവരോടുമായിട്ട് നമ്മുടെ നയന പറയുന്നുണ്ട്, ഞങ്ങളൊന്ന് പുറത്ത് പോയിട്ട് വരാം, അടുത്ത ദിവസം ചന്തുമോളുടെ പിറന്നാളല്ലേ, അപ്പോൾ ചന്തുമോളെ സ്കൂളിൽ ചേർക്കുകയും ചെയ്യണം, അത് മാത്രമല്ല പിറന്നാളിന് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിക്കുകയും വേണം, ഉടുപ്പും കേക്കും ടോയ്സും ഗിഫ്റ്റുകളൊക്കെ മേടിക്കണ്ടേ, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് ഞങ്ങൾ മോളുമായിട്ടൊന്ന് പുറത്ത് പോവുകയാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ മുത്തച്ഛനും മുത്തശ്ശിയും പറയുന്നുണ്ട്, ആ ആയിക്കോട്ടെ, ചന്തുമോളെയും കൊണ്ട് ഒന്ന് പുറത്തൊക്കെ പോയിട്ട് വാ, അത് ആ കുട്ടിക്ക് ഇഷ്ടമാകും, കുറച്ച് ദിവസമൂടെ കഴിഞ്ഞാൽ പിന്നെ സ്കൂളിൽ പോകണമല്ലോ, സ്കൂളിൽ ചേർത്ത് കഴിഞ്ഞാൽ ചന്തുമോൾ ഇനി ബിസി ആയിരിക്കൂലേ, അതുകൊണ്ട് ഇപ്പം തന്നെ പോയിട്ട് വാന്നൊക്കെ പറയുന്നുണ്ട്.
അങ്ങനെ മുത്തശ്ശനും മുത്തശ്ശിയും ദേവയാനിയും ഒക്കെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. നയനയും ആദർശും ചന്തുമോളെയും കൂട്ടിയിട്ട് പുറത്തേക്ക് പോവുകയാണ്. ഇതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുന്ന നവ്യയ്ക്ക് അങ്ങ് ദേഷ്യം വരികയാണ്. ചന്തുമോളുമായിട്ട് ഇവർ പോകുന്ന കാണുമ്പോഴേക്കും നമ്മുടെ നവ്യയ്ക്ക് ഭയങ്കര ദേഷ്യമാണ്. തൻ്റെ കുഞ്ഞിനോട് വേറെ വ്യത്യാസം കാണിക്കുന്നുള്ളൊരു ദേഷ്യവും ചിന്താഗതിയൊക്കെയാണ് നമ്മുടെ നവ്യയുടെ മനസ്സിലും. അപ്പോൾ ഈ അബി അടുത്തേക്ക് വരുമ്പോഴേക്കും നവ്യ പറയുന്നുണ്ട്, അബി എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ടെന്ന് പറയുകയാണ്. അപ്പോൾ അബി ചോദിക്കുന്നുണ്ട്, എന്താടി എന്ത് കാര്യമാണെന്നൊക്കെ ഇങ്ങനെ ചോദിക്കാണ് കേട്ടോ. അപ്പോഴേക്കും നവ്യ പറയുന്നുണ്ട്, ആദർശേട്ടനും നയനയും കൂടെ ചന്തുമോളെയും കൂട്ടിയിട്ട് പുറത്തൊക്കെ കറങ്ങാൻ പോയേക്കുകയാണ്. ആ കുട്ടിപ്പിശാശിൻ്റെ പിറന്നാളാണ് അടുത്ത ദിവസം. അവൾക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാനും ഡ്രസ്സ് എടുക്കാനും ടോയ്സ് മേടിക്കാനും ഒക്കെ കൂടെ അവർ പോയേക്കുന്നതെന്നൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോൾ അബി പറയുന്നുണ്ട്, ഓ അവരെന്തെങ്കിലുമൊക്കെ കാണിക്കട്ടെ, അതിനിപ്പോൾ നിനക്ക് എന്താ, അവരിപ്പോൾ എന്തെങ്കിലും കാണിക്കട്ടെ, നമ്മൾ അവരുടെ കാര്യങ്ങളൊന്നും നോക്കണ്ട, നമ്മൾ രണ്ടും നമ്മുടെ മോനും അത് മാത്രം നീ ചിന്തിച്ചാൽ മതി എന്നൊക്കെ പറയുകയാണ് കേട്ടോ. നമ്മുടെ മോനെ മാത്രം എല്ലാവരും അവഗണിക്കുകയാണോ എന്ന് എനിക്ക് തോന്നിയാന്നൊക്കെ നമ്മുടെ നവ്യ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും അബിക്ക് കിട്ടിയ അവസരമല്ലേ. അബി പറയുന്നുണ്ട്, ആ കാര്യത്തിൽ എന്താ സംശയം നവ്യയെ, തീർച്ചയായും എല്ലാവരും നമ്മുടെ മോനെ ഒഴിവാക്കാൻ തന്നെയാണ് ശ്രമിക്കുന്നത്. അപ്പോൾ ഉടനെ നവ്യ പറയുന്നുണ്ട്, എനിക്ക് ഇപ്പം തന്നെ ടൗണിലൊക്കെ ഒന്ന് പോകണം, കുഞ്ഞുമായിട്ടൊന്ന് പോയി കറങ്ങണം, അവന് കുറച്ച് ഡ്രസ്സും ടോയ്സും ഒക്കെ മേടിക്കണം, കുറച്ച് ഷോപ്പിംഗ് ഒക്കെ നടത്തണം എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും അബി ചോദിക്കുന്നുണ്ട്, നമ്മൾ എന്തിനാ ഇപ്പം അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്, നമ്മൾ എന്തിനാ ഇപ്പം ഷോപ്പിംഗ് നടത്താനായിട്ട് പോകുന്നത്, നമ്മൾ ഈ കുഞ്ഞുമായിട്ട് എവിടെ കറങ്ങാൻ പോകാനായിട്ടാ, അവന് ഉടുപ്പുകൾ ഒരുപാടുണ്ടല്ലോ, പിന്നെ ഇനി എന്ത് ഉടുപ്പ് മേടിക്കാനെന്നൊക്കെ ഇങ്ങനെ ചോദിക്കാണ് കേട്ടോ അബി. അപ്പോഴേക്കും നവ്യ പറയുന്നുണ്ട്, അബി നിന്നോട് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, കുഞ്ഞുമായിട്ട് നമ്മളിപ്പോൾ പുറത്തു പോകുന്നു, അവർ പോയതുപോലെ തന്നെ കുട്ടിക്ക് വേണ്ട സാധനങ്ങളും വാങ്ങുന്നു, എനിക്കിപ്പം തന്നെ പുറത്ത് പോകണമെന്നൊക്കെ ഇങ്ങനെ നവ്യ മസിൽ പിടിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും അബി പറയുന്നുണ്ട്, ആ ശരി ശരി നിൻ്റെ നിർബന്ധമല്ലേ പോകാം, എന്തായാലും ഈ പൊടിക്കൊഞ്ഞിനെയും കൊണ്ട് പോയിട്ട് നമ്മൾ എന്ത് ചെയ്യാനാന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. സാരമില്ല, നമ്മുടെ മോനല്ലേ, നമുക്ക് ഇവനെയും കൊണ്ട് തന്നെ പോകണം, എനിക്കും ആഗ്രഹമില്ലേ അബി അവർ നടക്കുന്ന പോലെ നടക്കാൻ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ അബിയും നവ്യയുടെ ആഗ്രഹപ്രകാരം ഇറങ്ങുകയാണ് കേട്ടോ. അങ്ങനെ അവർ റെഡിയായിട്ട് ടൗണിലേക്ക് പോകാൻ ഇറങ്ങുകയാണ്. ആ ഒരു സമയത്തേക്ക് ഷോപ്പിംഗ് ഒക്കെ തീർത്തിട്ട് നമ്മുടെ ആദർശം നയനയും ചന്തുമോളും കൂടെ തിരിച്ചു വരികയായിരുന്നു കേട്ടോ. ആ ഒരു സമയത്താണ് ഇവർ പോകാൻ ഇറങ്ങുന്നതും. അപ്പോഴേക്കും നയന ചോദിക്കുന്നുണ്ട്, അല്ലേ ചേച്ചി നിങ്ങൾ ഈ കുഞ്ഞുമായിട്ട് എവിടെ പോവുകയാണെന്ന് ചോദിക്കാണ് കേട്ടോ. അപ്പോഴേക്കും നവ്യ ചോദിക്കുന്നുണ്ട്, അതെന്താടി നിനക്ക് മാത്രമേ പുറത്തു പോകാൻ പറ്റുള്ളൂ, ഞങ്ങൾക്ക് ഞങ്ങളുടെ കുഞ്ഞിനെയും കൊണ്ട് പുറത്തൊന്നും പോകാൻ പറ്റത്തില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ചന്തുമോളുമായിട്ട് നിങ്ങൾ പോയില്ലേ, അവൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ നിങ്ങൾ മേടിച്ചില്ലേ, അതുപോലെ ഞങ്ങളുടെ കുഞ്ഞിന് വേണ്ട സാധനങ്ങൾ മേടിക്കാൻ ഞങ്ങൾ പോവുകയാണെന്നൊക്കെ പറയുകയാണ് കേട്ടോ. അത് ദേഷ്യത്തോടെ തന്നെയാണ് പറയുന്നത്. അപ്പം തന്നെ നമ്മുടെ നവ്യയ്ക്കും ആദർശനും കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്. അപ്പോഴേക്കും നയന പറയുന്നുണ്ട്, ചേച്ചി ഈ കുഞ്ഞിനെയും കൊണ്ട് പോയി ഈ വെയിലത്ത് അവിടെ പോയി എന്ത് ചെയ്യാനാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും നവ്യ പറയുന്നുണ്ട്, അത് സാരമില്ല, ഞങ്ങൾ കാറിനാണ് പോകുന്നത്, ഞങ്ങളവിടെ പോയിട്ട് എന്തെങ്കിലും ചെയ്തോളും, ഇതിലൊന്നും ആരും ഇടപെടാൻ വരണ്ട, ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ അറിയാം എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് നമ്മുടെ നവ്യ അബിയും കൂടെ അവിടെ നിന്ന് കുഞ്ഞിനെയും കൊണ്ട് ഇറങ്ങുകയാണ് കേട്ടോ. അങ്ങനെ ആദർശ നയനയും വലിയ രീതിക്കൊന്നും മൈൻഡ് ചെയ്യാതെ തന്നെ അകത്തോട്ട് പോവുകയാണ്. അപ്പോഴായിട്ട് നമ്മുടെ മുത്തശ്ശനാണെങ്കിൽ നമ്മുടെ ട്രെയിനിങ് ക്യാമ്പിലെ ആ ഒരു ട്രെയിനറെ കുറിച്ചിട്ടുള്ള ഒരു അന്വേഷണത്തിലാണ് കേട്ടോ. മുത്തശ്ശന് കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ കിട്ടുന്നുണ്ട്, ആ ട്രെയിനറുടെ കാര്യങ്ങളൊക്കെ കുറച്ച് അറിയുന്നുണ്ട് മുത്തശ്ശൻ. ട്രെയിനറുടെ പേര് മധുസൂദനൻ എന്നാണെന്നുള്ളതും നല്ലൊരു ട്രെയിനറാണെന്നും വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ള ആളാണെന്നൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പം മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, അയാൾക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും ദേഷ്യമൊക്കെ ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ഇങ്ങനെ പെൺകുട്ടികളെ മാനസികമായിട്ട് ഒരുപാട് തളർത്തുന്നുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ ചോദിക്കുമ്പോഴേക്കും എന്താണ്ട് ആ ഒരു രീതി പുള്ളിക്കുണ്ട്. പുള്ളിക്ക് അങ്ങനെ ആളുകൾ ചാരി നിൽക്കുന്നത് ഇഷ്ടമല്ല, എപ്പോഴും പുള്ളിയെക്കാളും താന്ന് നിൽക്കണം, നല്ല രീതിയിൽ ഉയർന്നു വരുന്ന ഒരാളെ, അത് പ്രത്യേകിച്ച് പെൺകുട്ടികളാണെങ്കിൽ അവരെ മാനസികമായിട്ട് തളർത്തി ട്രെയിനിങ് ക്യാമ്പിൽ നിന്ന് പുറത്താക്കുന്ന ഒരു പതിവ് മധുസൂദനനുണ്ട്. പല കംപ്ലൈൻറ്റും ഇങ്ങനെ കിട്ടിയിട്ടുമുണ്ടെന്ന് പറയുകയാണ് കേട്ടോ. അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, അങ്ങനെ ഒരു സംഭവം ഇവിടെയും ഉണ്ടായിട്ടുണ്ട്. നന്ദു എന്ന് പറയുന്ന ഒരു കുട്ടി എനിക്ക് വേണ്ടപ്പെട്ട ഒരു കുട്ടിയാണ്. ആ കുട്ടി അവിടെ ട്രെയിനിങ്ങിന് പോയിട്ടുണ്ട്. ആൾ നല്ല ഫിറ്റാണ്, അതുപോലെ തന്നെ നല്ല ആത്മാർത്ഥതയും നല്ല സ്വഭാവമുള്ള ഒരു കുട്ടിയാണ്, നല്ല കഠിനാധ്വാനിയുമാണ്. പക്ഷേ ആ പെൺകുട്ടിയെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ ഈ ട്രെയിനർ ഉപദ്രവിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ഒരുപാട് എക്സസൈസുകൾ കൊടുക്കുകയും ഒരുപാട് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ സംസാരിച്ച് അവളെ മാനസികമായിട്ട് തളർത്തുന്നുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പം അവൾക്ക് എസ് ഐ ആകാനുള്ള ഒരു ഫിറ്റ്നസ് ഇല്ലയെന്നൊക്കെ പറഞ്ഞ് അവൾ അവിടെ നിന്ന് പുറത്താക്കാൻ പോവുകയാണെന്നൊക്കെ പറയുന്നുണ്ട്. എങ്ങനെയും അവളെ ആ ട്രെയിനിങ് ക്യാമ്പിൽ നിന്ന് പുറത്താക്കണം എന്നുള്ള വിചാരത്തോടു കൂടി മാത്രമാണ് അയാൾ അവളോട് പെരുമാറുന്നതും പ്രവർത്തിക്കുന്നതും. അതിനുള്ള പേപ്പർ വർക്കുകളൊക്കെ അയാൾ സ്റ്റാർട്ട് ചെയ്തെന്നൊക്കെയാണ് അവൾ വിളിച്ചപ്പോൾ പറഞ്ഞതെന്നൊക്കെ പറയുകയാണ്. ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്, അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു പരാതി തന്നാൽ മതി, കാര്യങ്ങളൊക്കെ നമുക്ക് അന്വേഷിക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ട്, തീർച്ചയായും അടുത്ത ദിവസം ഞാൻ വരാം, ഞാനൊരു പരാതി തരികയും ചെയ്യാം,
അതുകൊണ്ട് ശരിയായ രീതിയിലുള്ള ഒരു അന്വേഷണത്തിലേക്ക് തന്നെ വേണം പോകാൻ. ആരെയും ഫേവർ ചെയ്യാനൊന്നും പോകണ്ട. നിങ്ങൾ ക്യാമ്പിനകത്തുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് എന്താണെന്നുള്ളത് നിങ്ങളൊന്ന് അറിയിച്ചാൽ മതി. എന്തായാലും പെൺകുട്ടികളെ മാനസികമായിട്ടും ശാരീരികമായിട്ടും തളർത്തി കളഞ്ഞ് അവരെ ഈ ട്രെയിനിങ് ക്യാമ്പിൽ നിന്ന് പുറത്താക്കുന്ന ആ ഒരു സ്വഭാവമുള്ള ആൾ ഇനി ആ ട്രെയിനിങ് ക്യാമ്പിൽ ഉണ്ടാവണ്ട, അങ്ങോട്ടേക്കെങ്കിലും ട്രാൻസ്ഫർ ചെയ്യുന്നതായിരിക്കും നല്ലതെന്നൊക്കെ പറയുന്നുണ്ട്. പകരം നമുക്ക് പരിചയമുള്ള ഒരു ഉദ്യോഗസ്ഥനെ തന്നെ അവിടെ നിർത്തുന്നതാണ് കുറച്ചും കൂടെ നല്ലതെന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ട്രെയിനർക്കെതിരെയുള്ള നടപടികളൊക്കെ തുടങ്ങുകയാണ് കേട്ടോ. അങ്ങനെ ട്രെയിനിങ് ക്യാമ്പിൽ അന്വേഷണങ്ങളൊക്കെ വരുന്നുമുണ്ട്. അങ്ങനെ ഈ മേലുദ്യോഗസ്ഥരൊക്കെ ഇങ്ങനെ ട്രെയിനിങ് ക്യാമ്പിലെത്തിയിട്ട് CCTV കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്നുമുണ്ട്. അപ്പോൾ CCTVയിലൊക്കെ ഫൂട്ടേജ് എടുത്ത് നോക്കുമ്പോഴേക്കും നന്ദുവിനെ വല്ലാത്ത രീതിയിൽ എക്സസൈസ് ചെയ്യിപ്പിക്കുന്നതും ഹറാസ് ചെയ്യിക്കുന്നതും ഒക്കെ കാണുന്നുണ്ട്. നന്ദുവിനോട് മോശമായിട്ട് പെരുമാറുന്നു എന്നുള്ളതും അതുപോലെ തന്നെ നന്ദുവിനെ കുറേ അധികം ഉപദ്രവിക്കുന്നതും എല്ലാം നമ്മുടെ ആ ഒരു ഉദ്യോഗസ്ഥരുടെ CCTV ക്യാമറയിലൂടെ തന്നെ കാണുകയാണ്. പോരാത്തതിന് നമ്മുടെ ട്രെയിനീസിനോട് എല്ലാവരോടും തന്നെ ചോദിച്ചപ്പോഴും അവർക്ക് ആർക്കും നല്ലൊരു അഭിപ്രായം ഇല്ലായിരുന്നു. അങ്ങനെ തുഷാരയുടെ മൊഴിയും എടുക്കുന്നുണ്ട്. തുഷാര കാര്യങ്ങളൊക്കെ നല്ല വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. നന്ദു വന്ന സമയം മുതൽ തന്നെ അയാൾ നന്ദുവിനെ ടാർഗറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അന്ന് മുതൽ അയാൾ നന്ദുവിനെ ക്യാമ്പിൽ നിന്ന് പുറത്താക്കുമെന്ന് പറയുന്നുണ്ടായിരുന്നു. ക്യാമ്പിൽ ഏറ്റവും നന്നായിട്ട് പെർഫോമൻസ് ചെയ്യുന്ന ആൾ നന്ദു തന്നെയാണ്. പക്ഷേ നന്ദു ഫിറ്റ് അല്ല എന്ന് പറഞ്ഞ് അയാൾ ഓരോരോ കാരണങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ക്യാമ്പിൽ നിന്ന് പുറത്താക്കും എന്ന് എപ്പോഴും നന്ദുവിനോട് മുഖത്ത് നോക്കി തന്നെ പറയുന്നുണ്ട്. അങ്ങനെ മാനസികമായിട്ടും ശാരീരികമായിട്ടും അവളെ ഓരോ നിമിഷവും അയാൾ തളർത്തിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറയുകയാണ് കേട്ടോ തുഷാര. അങ്ങനെ മഹേഷിന്റെ മൊഴി എടുക്കാൻ ചെന്നപ്പോഴും മഹേഷും പറയുന്നുണ്ട്, നന്ദു ആൾ ഓക്കെയാണ്, നല്ല ഫിറ്റ്നസ് ഉള്ള നല്ല കുട്ടിയാണ്, നല്ല കരുത്തുണ്ട് അവൾക്ക്, അവളെ എല്ലാ പെർഫോമൻസും നല്ല രീതിക്ക് കാഴ്ചവെക്കുന്ന ഒരു കുട്ടിയാണ്. ഒരു ദിവസം ഞാനും അവളും തമ്മിൽ ഒരു ഫൈറ്റ് ചെയ്തിട്ട് അവൾ എന്നെ പോലും തോപ്പിച്ച് കളഞ്ഞു. എനിക്കതിലൊരു ബുദ്ധിമുട്ടുമില്ല. കാര്യം ഇതൊരു ഫ്രണ്ട്ലി മാച്ച് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു പ്രശ്നങ്ങളും ഇല്ലായിരുന്നു. പക്ഷേ ട്രെയിനർ നന്ദുവിനെ ഒതുക്കാൻ വേണ്ടിയിട്ട് എന്തോ ചെയ്ത പോലെയാണ് എനിക്ക് തോന്നിയെന്നൊക്കെ പറയുകയാണ് കേട്ടോ. അങ്ങനെ ആ ഒരു ട്രെയിനിങ് ക്യാമ്പിലുള്ള എല്ലാവരുടെയും മൊഴികളൊക്കെ എടുക്കുമ്പോഴേക്കും ഈ ഉദ്യോഗസ്ഥർക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാവുന്നുണ്ട്. നന്ദു ആണെങ്കിലും നന്ദുവിന്റെ കൈവശം ഉണ്ടായിരുന്ന തെളിവുകളെല്ലാം തന്നെ ആ ഉദ്യോഗസ്ഥരെയൊക്കെ കാണിക്കുന്നുണ്ട്. അയാൾ ഫോണിൽ കൂടെ സംസാരിക്കുന്ന കാര്യങ്ങളും എല്ലാം റെക്കോർഡ് ചെയ്തതെന്നൊക്കെ നമ്മുടെ നന്ദു അവരെ കേൾപ്പിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ വ്യക്തമായ തെളിവുകളോടുകൂടി തന്നെ അയാളെ പുറത്താക്കാനായിട്ട് തീരുമാനിക്കുകയാണ് ആ പോലീസ് ഉദ്യോഗസ്ഥർ. പക്ഷേ ആ ഒരു ട്രെയിനറുടെ പഴയകാല ചരിത്രങ്ങളും സർവീസ് റെക്കോർഡും എല്ലാം നോക്കിയിട്ട് വലിയ കുഴപ്പമില്ലാത്ത ആളാണ് എന്ന് മനസ്സിലാക്കി ആ മേലുദ്യോഗസ്ഥർ അയാളെ ഡിസ്മിസ് ചെയ്യാതെ തന്നെ അയാളെ വേറൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. പനിഷ്മെന്റ് എന്നോളം ആ ഒരു ട്രാൻസ്ഫറിൽ അവരത് ഒതുക്കുകയാണ് കേട്ടോ. അയാൾക്ക് പകരം അവിടെ നല്ലൊരു ട്രെയിനറെ തന്നെ അവിടെ നിയമിക്കുന്നുമുണ്ട്. എന്നിട്ട് ആ എന്ത് കാരണം കൊണ്ടാണ് തന്നെ ഇവിടുന്ന് ട്രാൻസ്ഫർ ചെയ്യുന്നതെന്നുള്ളത് നമ്മുടെ മധുസൂദനന് മനസ്സിലാകുന്നില്ല. അപ്പോൾ അയാൾ വന്നിട്ട് ഈ മേലുദ്യോഗസ്ഥരോട് ചോദിക്കുന്നുണ്ട് എന്ത് കാരണം കൊണ്ടാണെന്നൊക്കെ ഉള്ളത് ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും അവർ പറയുന്നുണ്ട് വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത്. ട്രെയിനിങ് ക്യാമ്പിൽ ഒരു കുട്ടിയോട് താൻ വളരെ മോശമായിട്ട് പെരുമാറി എന്നുള്ളതിൻ്റെയും എല്ലാ CCTV ഫുട്ടേജുകളും ഞങ്ങൾ പരിശോധിച്ചു. അതിൽ തനിക്കെതിരെ ഒരു പരാതിയും ഉണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴേക്കും ട്രെയിനർക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാവുകയാണ്. നന്ദുവാണ് ഇതിൻ്റെയും പിന്നിൽ പ്രവർത്തിച്ചെന്നുള്ളത് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. മധുസൂദനൻ എന്നിട്ട് വേണുവിനെ വിളിച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നുമുണ്ട്. ഇതറിയുന്ന സമയത്തേക്ക് തന്നെ വേണു അനാമികയും രേവതിയൊക്കെ അങ്ങ് തകർന്നിരിക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിൽ ഒരു അന്വേഷണം വന്നിട്ടുണ്ടെങ്കിൽ അതും കറങ്ങി തിരിഞ്ഞ് ഞങ്ങളുടെ നേരെ തന്നെ വരുമെന്നൊക്കെയുള്ളൊരു പേടിയും ഉണ്ട് അവർക്ക്. അങ്ങനെ നമ്മുടെ മുത്തച്ഛനാട്ടെ ഈ മേലുദ്യോഗസ്ഥരെ വിളിച്ചിട്ട് പറയുന്നുണ്ട് എന്ത് കാരണം കൊണ്ടാണ് അയാൾ നന്ദുവിനെ മാത്രം ടാർഗറ്റ് ചെയ്ത് ഇത്രയും ക്രൂരതകൾ അവളോട് കാണിച്ചെന്നുള്ളത് എനിക്കറിയണം. അതിൻ്റെ പേരിൽ നിങ്ങൾ സത്യസന്ധമായ ഒരു അന്വേഷണം നടത്തണം എന്നൊക്കെ പറയുന്നുണ്ട്. എന്ത് വൈരാഗ്യമാണ് ആ കുട്ടിയോട് അയാൾക്ക് തോന്നിയെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ മധുസൂദനൻ അവിടുന്ന് ട്രാൻസ്ഫർ ആയി പോകുന്നതിന് മുമ്പ് തന്നെ മുത്തശ്ശനായിട്ട് ഒരു കൂടിക്കാഴ്ച നടത്തുകയാണ്. അപ്പോഴേക്കും മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് എന്ത് കാരണം കൊണ്ടാണ് നിങ്ങൾ നന്ദുവിനോട് മാത്രം ഇങ്ങനെ പെരുമാറിയത്, ആ കുട്ടി എന്താ നിങ്ങളെ ചെയ്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവസാനം ഗതിയില്ലാതെ അയാൾ പറയുന്നുണ്ട് എൻ്റെ ജോലി പോകരുത്, എനിക്ക് വീട്ടിൽ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്, ഞാൻ പറയാം സത്യം എന്താ സംഭവിച്ചെന്നുള്ളത്. എൻ്റെ ഫ്രണ്ടാണ് വേണുവും മകളും രേവതിയൊക്കെ പറയുന്നത് കേട്ടിട്ടാണ് ഞാൻ നന്ദുവിനോട് ഇങ്ങനെ പെരുമാറിയത്. സാറിൻ്റെ കൊച്ചുമകനായ അനി, അതായത് അനാമികയുടെ ഹസ്ബൻഡിനെ വളച്ചെടുക്കാൻ ശ്രമിച്ചു. അവർ തമ്മിലുള്ള ജീവിതം ഇത്രയും ബുദ്ധിമുട്ടിലാക്കിയത് നന്ദു ഒരാളാണെന്നൊക്കെ എന്നോട് പറഞ്ഞു. അതുപോലെ തന്നെ നന്ദു വളരെ മോശപ്പെട്ട സ്വഭാവമുള്ള ഒരു പെൺകുട്ടിയാണ്. അവൾ വളർന്നു വലുതായി ഒരു SI ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് സമൂഹത്തിന് തന്നെ ഒരുപാട് ആപത്തുകൾ ചെയ്യും എന്നൊക്കെ പറഞ്ഞു. പലരെയും നന്ദു അടിച്ച് ഒതുക്കിയിട്ടുണ്ടെന്നും പല കേസുകളിൽ പെട്ടിട്ടുണ്ടെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. ഇങ്ങനെയുള്ള ഒരു SI ആയിട്ട് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ വരാൻ പാടില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ മനസ്സിൽ വെച്ചിട്ടാണ് ഞാൻ നന്ദുവിനെ ഇവിടുന്ന് ഒഴിവാക്കാൻ ശ്രമിച്ചതെന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട് ഇവിടെ ട്രെയിനിങ്ങിൽ വരുന്ന കുട്ടികളോട് ഇങ്ങനെ പെരുമാറാനാണോ നിങ്ങൾക്ക് ശമ്പളം തന്ന് ഇവിടെ ട്രെയിനറായിട്ട് നിയമിച്ചിട്ടുള്ളതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നന്ദുവിനോട് ശത്രുതയുള്ള ആൾക്കാരാണ് വേണുവും അനാമികയും. അതിൻ്റെ പേരിൽ അവരുണ്ടാക്കിയ കള്ളക്കഥകളാണ് ഇതൊക്കെ.
ഇതൊന്നും സത്യമല്ല. നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും നന്ദുവിനെക്കുറിച്ച് അന്വേഷിക്കാം. അവളുടെ അക്കാദമിക് കാര്യങ്ങളോ അവളുടെ ഫ്രണ്ട്സുമായിട്ടോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് നോക്കാം. അതൊക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം അങ്ങനെ നന്ദുവിന് എന്തെങ്കിലും ഒരു സ്വഭാവദൂഷ്യമുള്ളതായിട്ട് ആരെങ്കിലും പറയുമെന്ന് നോക്കാം. അങ്ങനെ വേണമായിരുന്നു ആലോചിക്കാൻ. അങ്ങനെ അവളുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിയണമായിരുന്നു. ഇവർ പറഞ്ഞതൊക്കെ സത്യമാണെന്നുള്ളതൊക്കെ. എന്നിട്ട് വേണമായിരുന്നു നിങ്ങൾ അവർക്ക് കൂട്ടു നിൽക്കാൻ. അവരൊക്കെ പറയുന്നത് കേട്ട് ഇങ്ങനെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരു കുട്ടിയുടെ ജീവിതം ഇല്ലാതാക്കാൻ നിങ്ങൾ ശ്രമിക്കരുതെന്നൊക്കെ ഇങ്ങനെ നമ്മുടെ മുത്തശ്ശൻ താക്കീതായിട്ട് തന്നെ പറയുന്നുണ്ട്. ഇപ്പോഴേക്കും അത് പറയുന്നുണ്ട്, ഇല്ല സാർ, ഇനി ഒരിക്കലും എൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു തെറ്റുണ്ടാവില്ല. എന്നെ ഇവിടുന്ന് ട്രാൻസ്ഫർ ചെയ്തൊക്കെയാണ്. ഇനി എൻ്റെ ജോലി പോകാതെ എനിക്ക് നോക്കണം. അതുകൊണ്ട് ഇനിയുള്ള കാര്യങ്ങളിലൊന്നും ഞാൻ ഇടപെടില്ല. അതുകൊണ്ട് നന്ദുവിന് ഇനി ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. നന്ദു നല്ലൊരു ആയിട്ട് തന്നെ പുറത്തു വരും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവിടുന്ന് തടി തപ്പുകയാണ് നമ്മുടെ ട്രെയിനർ. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണം.